ഈ ഒരു വീഡിയോയിലുള്ള മാർക്കോ ദീപിക പദുക്കോണൊക്കെയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന അപ്ഡേറ്റ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് മാർക്കോ കണ്ടിഷ്ടപ്പെട്ടവരാണോ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക. 200 ലൈക്കിൻ്റെ ടാർഗറ്റ്, എല്ലാവരും അതിലേക്കൊന്ന് എത്തിക്കുക. എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ദീപിക പദുക്കോൺ എപ്പോൾ തിരിച്ചു വരുമെന്ന്. നമുക്കറിയാം അവർ പ്രഗ്നൻ്റ് ആയിരുന്നു. സോ ആ ഒരു പ്രഗ്നൻസിക്കൊക്കെ ശേഷം അവർ റിക്കവർ ആയിക്കൊണ്ടിരിക്കുകയാണ് അതിൽ നിന്നൊക്കെ. എന്തായാലും എപ്പോൾ തിരിച്ചു വരും എന്നുള്ള ചോദ്യത്തിന് ഇപ്പോൾ നൽകുന്ന ഉത്തരവ് എന്ന് പറയുന്നത് കൽക്കി AD 21 അടുത്ത സീക്വലിൽ അവർ തിരിച്ചു വരും എന്ന തരത്തിലുള്ളൊരു വാർത്തയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. എന്തായാലും അതിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങാൻ, സോ ആ ഒരു സിനിമയിലൂടെ ആയിരിക്കും തിരിച്ചു വരാൻ പോകുന്നത്. അതായത് അതിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്നത് ഈ ഒരു വർഷം സമ്മറിലായിരിക്കും 2025. സോ അതിൻ്റെ ഷൂട്ടിങ്ങിലൂടെ ആയിരിക്കും അവർ തിരിച്ചു വരാൻ പോകുന്നത്. ഒരു പക്ഷേ കൽക്കി AD ആയിരിക്കില്ല അവരുടെ വരുന്നത്. അതായത് തിയേറ്ററിലേക്ക് വരാൻ പോകുന്ന ആദ്യത്തെ സിനിമ ചിലപ്പോൾ അതൊന്നും ആയിരിക്കില്ല. കാരണം കൽക്കി AD 21 വലിയൊരു സിനിമയാണ്. സോ അത് സിനിമയ്ക്ക് എടുത്ത് തരികയാണെങ്കിൽ തന്നെ ഒരു 1-2 വർഷം പിടിക്കും. സോ അതിൻ്റെ ഇടയിൽ തന്നെ 1-2 സിനിമകൾ ദീപിക പദുക്കോണിൻ്റെ വരാനുള്ള സാധ്യതകളുണ്ട്. ബട്ട് അവർ ഷൂട്ടിംഗ് സെറ്റിലേക്ക് ആദ്യമായിട്ട് ചെല്ലാൻ പോകുന്ന സിനിമ കൽക്കി AD 21 സീക്വലിലായിരിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് മാർക്കോയുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു അപ്ഡേറ്റാണ്. നമുക്കറിയാം തെലുങ്ക് പതിപ്പ് ഇന്നാണ് മാർക്കോയുടെ റിലീസായിരിക്കുന്നത്. എന്തായാലും ഫാൻസിൻ്റെ ഭാഗത്ത് നിന്ന് നല്ല പ്രതികരണമാണ്. കണ്ട് തള്ളിയെന്ന് പല ഫാൻസും ഇപ്പോൾ പറയുന്നുണ്ട്. സോ എന്തായാലും ഹൈദരാബാദിൽ നിന്ന് തെലുങ്ക് ഇൻഡസ്ട്രിയിൽ നിന്നൊക്കെ നമുക്ക് നല്ല പ്രതികരണമാണ് മാർക്കോയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും മാർക്കോ ഒരു നല്ലൊരു ഹിറ്റായി മാറട്ടെ. മലയാള സിനിമ ഈ ഒരു ലെവലിലും പുറത്തേക്ക് അറിയപ്പെടട്ടെ.